നമുക്ക് നല്ല കുറച്ച് ചക്കക്കുരു കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇത് നമുക്ക് നന്നായിട്ട് ഇനി നമുക്കിതിൻ്റെ തൊലികളുടെ ഭാഗമെല്ലാം നന്നായി ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. എല്ലാം അതുപോലെ ചെയ്തെടുക്കാം. നന്നായി മുറിച്ച് വെപ്പം ചെറുതായി അരിഞ്ഞ പീസ് നല്ലോണം വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ച ചക്കക്കുരു മൊത്തം ഇട്ട് കൊടുക്കാം. മൊത്തം ഇട്ടിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വരച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 2 കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കാം. നമുക്ക് ഇതൊരു പാത്രത്തിൽ ഓയിലാക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഫ്രൈ പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമുക്ക് ഇതിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പൊരിയാൻ ആവശ്യമായിട്ട് വെളിച്ചെണ്ണ. ഇത് ഓരോന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.